10 ആളുകൾ വഞ്ചിതരാണ് എന്ന് പറഞ്ഞു. 4 ആളുകൾ പറഞ്ഞ് ബാക്കിയുള്ള ആളുകളെ ഞാൻ ഓടിച്ച് പറയാം. ക്ലാസ്സിലിരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ചില കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക എന്നത്, മനസ്സിലാക്കിയെടുത്താൽ മാത്രമേ നമ്മുടെ ചില യാഥാർത്ഥ്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മനുഷ്യൻ്റെ ബുദ്ധി ഇങ്ങനെ അടഞ്ഞു കിടക്കും. ചില സന്ദർഭത്തിൽ ആ ബുദ്ധി തുറന്നു വരും, അതുപകരിക്കും. ജീവിതത്തിൽ കുറേ പുസ്തകങ്ങൾ വായിച്ചതുകൊണ്ടോ കിതാബ് പഠിച്ചതുകൊണ്ടോ ഒരു മനുഷ്യൻ്റെ ബുദ്ധി തുറക്കുമെന്ന് വിചാരിക്കേണ്ട. അതിനൊക്കെ ഒരു സമയവും സന്ദർഭവുമുണ്ട്. ആ സമയത്തും സന്ദർഭത്തിലും മനുഷ്യൻ്റെ മസ്തിഷ്കവും അവൻ്റെ റൂഹും എല്ലാം ഒന്നിച്ചു നിൽക്കും. അത് ഇലാഹിയായ ഒരു തൗഫീഖിൻ്റെ സമയമായിരിക്കും. ആ സമയം ചിലപ്പോൾ ഇതുപോലത്തെ ഒരു സദസ്സാകാം, ചിലപ്പോൾ ഒരു വഅളാകാം, ചിലപ്പോൾ ഒരു വഅളിൻ്റെ കഷ്ണവുമാകാം. ഒരൽപ്പം 1981 എൻ്റെ ഓർമ്മ. അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. 1981 ഒരു വേനൽക്കാലത്തിൻ്റെ അവസാന ഭാഗത്ത്, മാർച്ചിലോ ഏപ്രിലോ ഒക്കെ ആയിരിക്കാം, 1981 ഞാൻ SSLC പഠിച്ച് കഴിയുന്ന ഒരു സമയമാണെന്ന് എൻ്റെ ഓർമ്മ. അങ്ങനെ ഓർമ്മ. മഹാനായ ഇ.K. ഹസൻ മുസ്ലിയാർ റഹ്മഹുല്ലാ, അദ്ദേഹം വലിയ മഹാനായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് ഖുൽ മതാഉദ് ദുനിയ ഖലീൽ വൽ ആഖിറത്തു ഖൈറുൽ ലിമൻ ഇത്തഖ എന്ന ആയത്തിൻ്റെ വ്യാഖ്യാനം കേട്ടതാണ് എൻ്റെ ജീവിതം മുഴുവനും മാറ്റിമറിച്ചിട്ടുള്ളത്. ജീവിതം മുഴുവൻ മാറ്റിമറിച്ചത് അതാണ്. ഞാനങ്ങനെ ജീവിതത്തിൽ കൂടുതൽ വഅളൊന്നും കേൾക്കാത്ത ഒരാളാണ്. വളരെ അപൂർവമായി മാത്രമേ ഞാൻ വഅള് കേട്ടിട്ടുള്ളൂ. വഅള് കേട്ട സമയമില്ല എന്ന് തന്നെ പറയാം. വളരെ അപൂർവമായി മാത്രമാണ് വഅള് കേട്ടിട്ടുള്ളത്. എന്നാൽ ഒരു വഅളിൻ്റെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിച്ചു പോയി. അത് ബഹുമാനപ്പെട്ടവരുടെ പ്രഭാഷണമാണ്. അദ്ദേഹം വലിയ മുത്തഖിയായ മുഹിബ്ബായ റബ്ബിൻ്റെ വലിയ അബ്ദായ ഒരു സാലിഹായ മഹാനായിരുന്നു. അദ്ദേഹം വലിയൊരു മഹാനായിരുന്നു. മഹാന്മാരിൽ മഹാനായ ഒരു മഹാനായിരുന്നു. അദ്ദേഹം വലിയ വഅളാണ്. അദ്ദേഹത്തിൻ്റെ നിന്ന് ഒരു രാത്രി കേട്ടതാണ്. അതും ഒരു ആയത്തിൻ്റെ ഒരു കഷ്ണമാണ്. ഖുൽ മതാഉദ് ദുനിയ ഖലീൽ വൽ ആഖിറത്തു ഖൈറുൽ ലിമൻ ഇത്തഖ. ദുനിയാവിൻ്റെ വിഭവങ്ങൾ നിസ്സാരമാണ്, മുത്തഖീങ്ങൾക്ക് എപ്പോഴും ആഖിറമാണ് നല്ലത് എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ വാക്കാണ്. പക്ഷേ ഒരു മുഅ്മിനായ മനുഷ്യനത് വ്യാഖ്യാനിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിന് ഉൾക്കൊള്ളുന്നതിന് അപ്പുറത്തുള്ള ആശയങ്ങളെ നമുക്ക് തരും. 1981 ശേഷം 42 വർഷങ്ങൾ കഴിഞ്ഞില്ലേ? 42ാമത്തെ വർഷമാണ്. 81, 82 അങ്ങനെയാണ് ആ സമയം. 52 ആ സമയം. ഈ ഒരു കാലത്തിനുള്ളിൽ എനിക്ക് ആ ആയത്ത് മരുന്ന് തരാത്ത ഒരു കാലം ഉണ്ടായിട്ടേന്നില്ല. ഇപ്പോഴും ആ ആയത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത് പോലെ എനിക്ക് ഇപ്പോഴും തോന്നുകയാണ്. ഈ 10-40 കൊല്ലത്തിനുള്ളിൽ ആ ആയത്ത് എനിക്കൊരാശയം തരാത്ത ഒരു കാലം ഉണ്ടായിട്ടേയില്ല. 4 മണിക്കൂറാണ് അദ്ദേഹം അത് പ്രഭാഷണം നടത്തിയത്. ഖുൽ മതാഉദ് ദുനിയ ഖലീൽ വൽ ആഖിറത്തു ഖൈറുൽ ലിമൻ ഇത്തഖ. ആ ആയത്തിൻ്റെ വ്യാഖ്യാനമായിരിക്കും അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പ്രഭാഷണം. അത് കഴിഞ്ഞ് അദ്ദേഹം ആശുപത്രിയിലായി മരിച്ചു. അതൊരു മുവദ്ദിആയ ഒരു ചില സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭം നമ്മുടെ തലച്ചോറും നമ്മുടെ റൂഹുമെല്ലാം തുറന്നു നിൽക്കും. അത് ഇലാഹിയായ ഒരു നുസ്രത്തിൻ്റെ സമയമായിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, ക്ലാസ്സിലിരിക്കുമ്പോൾ വളരെ അറ്റൻഷനായിരിക്കണം, നല്ലപോലെ ചിന്തിക്കണം. എന്താ ഈ പറയുന്നത്? അതൊക്കെ എല്ലാം നമുക്ക് ഉപകരിക്കാൻ വേണ്ടിയാണ്. എല്ലാം ഉപകരിക്കും, തീർച്ചയായും ഉപകരിക്കും. ഈ ക്ലാസ്സിലിരിക്കുന്ന ഒരാൾക്ക് ഉപകരിക്കാതിരിക്കൂല. മുവഫഖായ ഒരാളല്ലാതെ ഈ ക്ലാസ് ശ്രദ്ധിക്കുകയോ ഇതിലെത്തിച്ചേരുകയോ ഇല്ല. തൗഫീഖുള്ള ഒരാളല്ലാതെ ഈ ക്ലാസ്സിന് വരൂല. തൗഫീഖുള്ള ഒരാളല്ലാതെ ഈ ക്ലാസ് കേൾക്കൂല. ഇതൊരു തൗഫീഖുണ്ട്. അത് എല്ലാം കൂടെ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റൂല. ഇതൊരു തൗഫീഖിൻ്റെ ക്ലാസ്സാണ്. ഇത് ജല്ല ജലാലായ റബ്ബിനെ പറയുന്ന ക്ലാസ്സാണ്. മനുഷ്യൻ റബ്ബല്ലാത്തവരെയൊക്കെ വിശ്വസിക്കും, റബ്ബിനെ വിശ്വസിക്കും. എവിടെയാണ് അടിസ്ഥാനമെന്ന് മനുഷ്യൻ ചിന്തിക്കൂല. അടിസ്ഥാനം റബ്ബ് തന്നെയാണ്. ഒരു ഭാഗം ആളുകൾ ഔലിയാക്കളെ നിന്ദിക്കും, ഒരു ഭാഗം ആളുകൾ ഔലിയാക്കൾ തന്നെയാണ് അവസാനമെന്നും വിചാരിക്കും.
ഇവർ രണ്ടു കൂട്ടരും അബദ്ധത്തിലാണ്. ഒരു വിഭാഗം ആളുകൾ ഔലിയാക്കളെ നിന്ദിക്കും, അവർ വലിയ അബദ്ധത്തിലാണ്. ഭീമമായ അബദ്ധമാണ് അവർക്ക്. എന്തുകൊണ്ട്? അവർ ഔലിയാക്കളെ നിന്ദിച്ചു. ഔലിയാക്കളെ നിന്ദിച്ച് ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല, ആരെയും. കാരണം ഔലിയാക്കൾ എന്നാൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദീപസ്തംഭങ്ങളാണ്. അവർ മുനീറായ മുഹമ്മദ് മുസ്തഫയുടെ നൂറുകളാണ്. യാ അയ്യുഹൻ നബിയു ഇന്ന അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ എന്ന് പറഞ്ഞ ആ മുനീറായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറുകളാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. അപ്പോൾ ആ ഔലിയാക്കളെ ഒരാൾ നിസ്സാരപ്പെടുത്തി അയാൾക്ക് ദീനിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്നാലോ വേറെ വിഭാഗം ആളുകളുണ്ട്, അവർ ഔലിയാക്കൾക്കപ്പുറം ചിന്തിക്കുന്നില്ല. അതൊക്കെ അള്ളാഹുവിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗം തന്നെയാണ്. ശരിയാണ്, അതൊക്കെ അള്ളാഹുവിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഔലിയാക്കളെ വിശ്വസിക്കൽ അള്ളാഹുവിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗം തന്നെയാണ്, നിസ്സാരമോ തെറ്റോ ഒന്നുമല്ല. പക്ഷെ അതേ സമയത്ത് റബ്ബ് എന്ന് പറഞ്ഞൊരു സംഗതി, റബ്ബ് എന്ന മഹാൻ, അവനാണ് റബ്ബ്. അവനിലേക്ക് നമ്മൾ മുഖമുയർത്തുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. എല്ലാത്തിനും ഒരു അവസാനമുണ്ട്, റബ്ബിന് അവസാനമില്ല. എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരു പരിധി, റബ്ബിൻ്റെ അനുഗ്രഹത്തിന് പരിധിയില്ല. അതാണ് യഥാർത്ഥ അനുഗ്രഹവും. അതിനപ്പുറം ഒന്നുമില്ല, അതിനിപ്പുറവും ഇല്ല അപ്പുറവും ഇല്ല. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത്ത് ഖുലൂബുഹും. അല്ലാഹു എന്ന് പറഞ്ഞാൽ അവർക്ക് അത് ആ വാക്ക് അവർക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല. അവിടേക്ക് നമ്മളെ കൽബെത്തണം. അപ്പോൾ നമ്മൾ തുടക്കത്തിലാവും, പിന്നെയാണ് പോവുക. ഉസൂൽ എപ്പോഴുമാണ്, എത്തിച്ചേരൽ എപ്പോഴുമാണ്. പക്ഷെ നമ്മൾ അല്ലാഹുവിലേക്കുള്ള പ്രയാണത്തിൻ്റെ തുടക്കം ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു, ഹൃദയത്തിൻ്റെ വികാസമാണത്. അങ്ങനെ അതല്ലോ. ഒരാഴ്ചയായിട്ട് വാപ്പ ഗൾഫിൽ നിന്ന് ഫോൺ വിളിച്ചിട്ടേ ഇല്ല. അതിനിടക്കാണ് പെട്ടെന്ന് വാപ്പ വിളിച്ചു എന്ന് ആരോ കുട്ടി സംസാരിക്കുന്നത്. ഉമ്മ അത് കേട്ടില്ല. പിന്നെ വാപ്പയാണ് സംസാരിക്കുന്നതെന്ന് അറിയുമ്പോൾ ഉമ്മാൻ്റെ ഒരു മനസ്സിൻ്റെ വികാസവും മുഖത്തിൻ്റെ ഒരു പ്രത്യേക വെളിച്ചവും കൊണ്ട് ഉമ്മ ഫോണ് കൊത്തിപ്പറിക്കാൻ വേണ്ടി ഓടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അത് ഷൗക്കാണ്, അത് ഇഷ്കാണ്. ഇതാണ് മുഅ്മിനായ മനുഷ്യനെ ആരെപ്പറ്റി കേൾക്കുമ്പോൾ അല്ലാഹ്, അതാണ് അല്ലാഹ്. അവനാണ് അവൻ. അവനെപ്പറ്റി നമുക്ക് ഒന്നും അറിയില്ല. അള്ളാഹിനെ പറ്റി നമുക്കൊന്നും ഒന്നും അറിയില്ല. നമ്മൾ 1000 കൊല്ലം പഠിച്ചാലും അള്ളാഹുവിൻ്റെ ഇൽമിൻ്റെ അള്ളാഹിനെ പറ്റിയുള്ള പഠനത്തിൽ ഒരു ബഹറിലെ ഒരു സൂചി കൊണ്ട് പൊക്കിയാത്ര പോലും അള്ളാഹിനെ പറ്റി മനസ്സിലാവില്ല, ഒരിക്കലും മനസ്സിലാവില്ല. പിന്നെ അള്ളാഹു നമുക്ക് ഇട്ട് തരണം. അപ്പോൾ ആ അളവ് നമുക്ക് തിരിയും. അത് തിരിഞ്ഞാലോ ചില തിരിച്ചിലുകൾ തിരിഞ്ഞാലോ പിന്നെ അവർക്ക് ലോ ഒന്നും ആവില്ല. ഒരു കർമ്മങ്ങളിലായിരിക്കും, പക്ഷെ അവർ വൈബത്തിലായിരിക്കും. സിഎമ്മിനെ പോലെ. സിഎമ്മിനെ ആരാക്ഷേപിച്ചാലും അവർക്ക് ദുനിയാവാഹവും നഷ്ടപ്പെടും കേട്ടോ. നിങ്ങൾ തമാശയെന്ന് വിചാരിക്കേണ്ട. അവർ അള്ളാഹ്ക്ക് വേണ്ടി നടന്ന മനുഷ്യനാണ്. അങ്ങനെ പലരും അങ്ങനെയാണ്. നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാൻ നമ്മുടെ എന്തിന്? 10 ആളുകൾ ഞാൻ വിശദീകരിക്കുന്നില്ല. 10 ആളുകൾ വഞ്ചിതരാണ്. ഏതാ? 4 ആളുകളെ പറഞ്ഞു അല്ലേ? പറഞ്ഞില്ലേ? 4 ആളുകൾ. ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹഖ് ബറൂസവി തങ്ങൾ 10 ആളുകൾ വഞ്ചിതരാണ്. ഏതാ 10 ആളുകൾ വഞ്ചിതരായ ആളുകൾ? ആരാ? അള്ളാഹു അവൻ അവൻ്റെ ഖാലിഖ് എന്ന് അവനെ അറിയും, പക്ഷെ അവനെ പഠിക്കാൻ ശ്രമിക്കൂല. അതാണ് നിർവൃതി, അതാണ് സന്തോഷം. അള്ളാഹുവിനെ പഠിക്കാൻ അവൻ ശ്രമിക്കൂല. അള്ളാഹുവാണ് ഖാലിഖ് എന്നറിയും, പക്ഷെ ആ ഖാലിഖിനെ അറിയാൻ അവന് ശ്രമിക്കൂല. അവൻ വഞ്ചിതനാണ്. അള്ളാഹുവാണ് റാസിഖ് എന്നറിയും, പക്ഷെ റിസ്ഖിൽ എപ്പോഴും സമാധാനം ഉണ്ടാവില്ല. കിട്ടുമോ, ഉണ്ടാവോ, ജോലി പോകുമോ, ജോലി നഷ്ടപ്പെടുമോ, പൈസ ഇല്ലാതാവോ, ഇപ്പോഴും വിചാരമായിരിക്കും.
പിന്നെയോ മൂന്നാമത്തെ ആൾ ദുനിയാവ് നീങ്ങിപ്പോകുന്നതാണെന്നറിയും, എന്നിട്ടും അലിഹ അതിൻ്റെ മേൽ അവലംബിക്കും. അവന് വഞ്ചിതനാണ്. പിന്നെ ആരാ? അനന്തരാവകാശികളെല്ലാം അവൻ്റെ ശത്രുക്കളാണ് എന്നവനറിയും. പക്ഷേ വയജ്മാലും അവർക്ക് വേണ്ടി വലിച്ചു കൂട്ടിക്കൊണ്ടേയിരിക്കും. ഹക്ക് മാത്രമൊന്നും നോക്കൂല, അവർക്ക് വേണ്ടി വലിച്ചു കൂട്ടിക്കൊണ്ടേയിരിക്കും. അനന്തരാവകാശികൾ തൻ്റെ ശത്രുക്കളാണ് എന്നറിയും, അതറിയും, എന്നിട്ടും അവർക്ക് വേണ്ടി വലിച്ചു കൂട്ടിക്കൊണ്ടേയിരിക്കും. ബാപ്പ മരിച്ചിട്ട് ബാപ്പ പള്ളിയിലേക്ക് കൊടുക്കാൻ പറഞ്ഞ ഒരു മരത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു, ഇല്ലേ? നിങ്ങളോട് പറഞ്ഞില്ലേ? നിങ്ങളോട് തന്നെയല്ലേ പറഞ്ഞത്? എന്നതുപോലെ അതൊക്കെ നമ്മളെ നാട്ടിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ജില്ല പറയൂല, ജില്ല പറഞ്ഞോ എനിക്ക് ഓർമ്മയില്ല, പറയൂ. ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഞാൻ അങ്ങനെ ബാപ്പാൻ്റെ കടം വീട്ടാത്ത ആളുകളെ പറ്റി കേട്ടിട്ടുണ്ട്. അങ്ങനെ വന്നത് ബാപ്പ പള്ളിയിൽ നിന്ന് പറഞ്ഞു, ബാപ്പാൻ്റെ കടത്തിനൊക്കെ ഞാൻ ഉത്തരവാദിയാന്ന് പറഞ്ഞു. പിന്നെ ആൾക്കാർ വന്നു, ഒരാൾ വന്നു, രണ്ടാൾ വന്നു, അങ്ങനെ 2-3-4 ആൾ ഒന്നിച്ച് വന്നപ്പോൾ ഇവർ പറഞ്ഞു, അങ്ങനെ ദിവസം വരികയാണെങ്കിൽ ഇപ്പം നമ്മളെന്താ കാണിക്കുന്നത്? ഇതിന് മുന്നിൽ വെച്ച് പറഞ്ഞതാണ് ബാപ്പാൻ്റെ കടം മുഴുവൻ ഞാൻ ഏറ്റവും. ചിലപ്പോൾ ബാപ്പാൻ്റെ കാര്യത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം അതിൻ്റെ കടം വീഴണമല്ലോ, ഏതെങ്കിലും ഒരു കടം വീഴണമല്ലോ. ബാപ്പാൻ്റെ കടം ചിലപ്പോൾ ബാപ്പ ഇതേപോലെ ഏറ്റിട്ട് പിന്നെ കൊടുത്തിട്ടുണ്ടാവില്ല. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഇതൊക്കെ വഞ്ചിതരായ ആളുകളാണ്. ഇതാര് പറഞ്ഞു? ഒരു കടയുടെ ഉടമസ്ഥൻ പറഞ്ഞു, എനിക്കിങ്ങനെ പല ആളുകളും ഏറ്റെടുക്കും മയ്യത്തിനടുത്ത് വെച്ച്, പക്ഷെ കിട്ടാറില്ല, ഭൂരിഭാഗം കിട്ടാറില്ല. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അല്ല, അങ്ങനെയുള്ള ബന്ധങ്ങളേ ഉള്ളൂ, എന്നിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നത്തെ. പക്ഷെ ഇത് അയാൾക്ക് അറിയും, നേരത്തെ കടം വിട്ടാലോ, ഇതറിയാലോ, ഇതറിയും. നൗഫൽ തന്നെ എൻ്റെ പേര്. നൗഫലെ, എനിക്ക് നിന്നെ അറിയാലോ, എനിക്ക് നിന്നെ അറിയും. ഈ എൻ്റെ അടുത്ത് വരാൻ തുടങ്ങിയിട്ട് 2 കൊല്ലമായിട്ടുണ്ടോ സ്ഥിരമായി ഇങ്ങനെ വരുന്നത്? ഈ 2 കൊല്ലം കൊണ്ട് എനിക്ക് നിന്നെ അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ 10, 25, 30, 40 കൊല്ലം കൂടെ ജീവിച്ച മക്കളെ ബാപ്പാക്ക് അറിയില്ലേ? ബാപ്പാക്ക് അറിയില്ലെങ്കിൽ ആ ബാപ്പ തീരെ എന്തല്ലാത്ത ബാപ്പയില്ലേ? എൻ്റെ മക്കൾ എൻ്റെ കടം വീട്ടുമോ വീട്ടൂലെന്നും 40 കൊല്ലം, 30 കൊല്ലം, 25 കൊല്ലം കുട്ടികളാണെങ്കിൽ തിരക്കടില്ല, കുട്ടികളാണ് തിരക്കടില്ല. നാട്ടുകാർ വീട്ടിക്കോളും, 10 മനുഷ്യന്മാരെ വിളിച്ച് പറയണം, ഇല്ലെങ്കിലോ പൊരിച്ചപ്പിടിക്കണം. കുട്ടികൾ 10, 25, 35, 45 വയസ്സായി, 19 വയസ്സായിട്ടുണ്ട്. എൻ്റെ ബാപ്പയ്യ ഞാൻ ബാപ്പ മരിക്കുമ്പോൾ എനിക്ക് ബാപ്പാക്കും ഉണ്ടാവുന്നുണ്ടോ? ബാപ്പാക്ക് ഉറപ്പുണ്ടാവുമല്ലോ വീട്ടുമോ? അതറിയാലോ ബാപ്പാക്ക്. അപ്പോൾ ഇവിടെ യഥാർത്ഥ വഞ്ചിതൻ മോനെ നൗഫലെ ആ മരിച്ച മയ്യത്തന്നെയാണ്, അയാളെ വഞ്ചിതൻ. എന്തുകൊണ്ട്? ഈ കടക്കാരന് കിട്ടേണ്ടത് കിട്ടിയില്ല, കറക്റ്റ്. പക്ഷേ യഥാർത്ഥ വഞ്ചിതൻ അയാളാണ്. എന്തുകൊണ്ട്? അയാൾക്ക് ഈ 10, 25, 35, 45 കൂടെ ജീവിച്ച മക്കളെ തിരിയൂലേ? എൻ്റെ മക്കളിൻ്റെ കടം വീട്ടുമല്ലേ? ആക്സിഡൻറ്റ് വെച്ചൊന്നും ആവില്ലല്ലോ. ഇനി ആക്സിഡൻറ്റ് വെച്ചതായി ഒരു മനുഷ്യൻ്റെ 3 ദിവസമെങ്കിലും വസിയത്ത് ഉറങ്ങുന്നതിൻ്റെ തലയുടെ അടിയിലില്ലാതെ ഒരാൾ ജീവിക്കരുതെന്ന് മുഹമ്മദ് മുസ്തഫ എഴുതി വെക്കണം എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. ഒക്കെ മനുഷ്യനറിയണമല്ലോ, കടം കൊടുക്കണം, തിരിച്ചു കൊടുക്കേണ്ട തന്നെയല്ലേ. അപ്പോൾ അയാൾക്കറിയും അന്നൽ വറസത്ത അദാഉഹു, മക്കൾ അവൻ്റെ അല്ലെങ്കിൽ അനന്തരാവകാശികൾ ശത്രുക്കളാണ്. പക്ഷെ എന്നിട്ട് ഇവർക്ക് വേണ്ടി വലിച്ചു കൂട്ടി വേറെയൊക്കെ എനിക്കറിയാം, അറിയാം, പോയി ഞാൻ പറയുന്നില്ല. ഇവിടെ വഞ്ചിതൻ ഇയാളാണ്. ഇവരൊക്കെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, എന്താ ഇതിൻ്റെ അവസ്ഥ? ഒരു വാക്കും കൂടി പറഞ്ഞിട്ട് പറയും. ഇനി ആരാ അടുത്ത വഞ്ചിതൻ? അന്നൽ മൗത ആതിൻ ഫലാ യസ്തഇദു ലഹു ومن أيقن أن القبر منزله فلا يعمره ومن أيقن أن الدنيا أن الديان يحاسبه
فلا يصحح حجته ومن أيقن أن الصراط ممره فلا يخفف ثقله ومن ഒരാൾ അയക്കന അയാൾക്ക് ഉറപ്പാണ് അന്നൽ മൗത ആത്തിൻ മരണം വരും ഫലാ യസ്തഅദ് ലഹു എന്നിട്ടും തയ്യാറാവുന്നില്ല. ഒരാൾക്ക് 2 കൊല്ലത്തെ വിസ പോയി ഇറങ്ങി, നീ ചിലപ്പോൾ പഠിച്ചു തരാൻ നിൽക്കാം 2 കൊല്ലം അല്ലെങ്കിൽ 3 കൊല്ലം ഗൾഫ് പോയി ഇറങ്ങി. പിന്നെ അയാൾ എന്ത് ചെയ്ത്, പിന്നെ അയാൾ അങ്ങനെ നടന്നു. ഗൾഫിൽ 6 വരിയുള്ള റോഡ്, 8 വരിയുള്ള റോഡ് അത് കണ്ടു, സൂപ്പർ മാർക്കറ്റ് കണ്ടു, അവിടെ പോയി ഇവിടെ പോയി, അങ്ങനെ നടന്നു. വലിയ വലിയ മാളുകൾ കണ്ടു, സൂപ്പർ മാർക്കറ്റുകൾ കണ്ടു, വണ്ടി ഓടുന്നത് കണ്ടു, വണ്ടി ഹൈ സ്പീഡിൽ 120 പോയി പറക്കുന്നത് കണ്ടു, അങ്ങനെ കണ്ടു, ഇങ്ങനെ കണ്ടു, ഇങ്ങനെ കണ്ടിങ്ങനെ നടന്നു. ഇങ്ങനെ എന്തായില്ല, 10 ഉറുപ്പ്യ ഉണ്ടാക്കിയില്ല. പിന്നെ അറിയാം നാട്ടിലേക്ക് തിരിച്ചുകൊണ്ടിരുന്നു. മുട്ടിയല്ലെങ്കിൽ പിന്നെ ആരാ? നേരം വെളുത്താൽ റോഡ് കാണാനറിയും, നേരം വെളുത്താൽ വണ്ടികൾ പറക്കണത് കാണാനറിയും. ഒരു ദിവസം അവൻ കാറ് പോകുന്ന ട്രാക്ക് കാണാൻ പോകും, ഒരു ദിവസം അവൻ കടൽ തീരം കാണാൻ പോകും, പിറ്റേന്ന് അവൻ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് എടുക്കുന്നത് കാണാൻ പോകും. അങ്ങനെ വലിയ മാളുകളിൽ ആളുകൾ തിരക്കണ കാണാൻ പോകും. അങ്ങനെ ഒരു ദിവസം വന്നപ്പോൾ കഫീൽ പറഞ്ഞു, മുഹമ്മദ് ബുഖർ ഇത് അങ്ങനത്തെ ഒരു കഫീൽ വരെ ഉണ്ടാവില്ല, ഞങ്ങൾ കിട്ടൂല. അന്നൽ മൗത്ത് അവനറിയും, അവൻ ഉറപ്പുണ്ട്, അന്നൽ മൗത്ത് ആറ്റിൻ മരണം വരും. ഫലാ യസ്തഅദ് ലഹു അതിനു വേണ്ടി തയ്യാറെടുക്കുന്നില്ല. വിട്ടിയല്ലെങ്കിൽ പിന്നാരാ? അവൻ വിട്ടിയല്ലെങ്കിൽ പിന്നാരാ? അവനാരാ വിട്ടി? അവൻ വിട്ടിയല്ലെങ്കിൽ പിന്നാരാ വിട്ടി? ഒരു 10 ഉറുപ്പ്യ കിട്ടിയ 2 ഉറുപ്പ്യെങ്കിലും പരലോകത്തേക്ക് ഉണ്ടാക്കണം. 8 ഉറുപ്പ്യ എടുത്തോ, 2 ഉറുപ്പ്യ പരലോകത്തേക്ക് മാറ്റിവെക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അത് മനുഷ്യൻ്റെ ബോധത്തിനനുസരിച്ച് ചിലപ്പോൾ 3 ഉറുപ്പ്യ മാറ്റും, ചിലപ്പോൾ 4 ഉറുപ്പ്യ മാറ്റും, 5 ഉറുപ്പ്യ മാറ്റുന്നവരെയും എനിക്കറിയാം. അതിൽ മുതലാളിയില്ല, തൊഴിലാളിയില്ല, അതിൽ പാവമില്ല, പണക്കാരനില്ല, ഒന്നുമില്ല. അത് ഭിക്ഷക്കാരനും കൊടുക്കണം. ഒമിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന അസ്സലാ വമിമ്മ റസഖ്നാഹും നാം കൊടുത്തതിൽ നിന്ന് അവർ കൊടുക്കും. ഭിക്ഷക്കാരനാണെങ്കിലും ഭിക്ഷക്കാരൻ ഭിക്ഷ യാചിച്ചു വരികയാണ്, നല്ല കിട്ടി, അന്ന് കിട്ടാത്ത ഒരാൾ ഇരുന്ന് വിഷമം പറയുന്നുണ്ട്, കൊടുക്കണം. എന്നോട് വമിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ. മനസ്സിലാവണില്ലേ? ചിന്തിക്കുക. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അന്ന സഖിയ ഖരീബും മിനന്നാസി വഖരീബും മിനല്ലാഹി വഖരീബും മിനൽ ജന്നതി വബഈദും മിനന്നാർ. പുണ്യ മുഹമ്മദ് മുസ്തഫ. അന്ന സഖിയ ധർമ്മം കൊടുക്കുന്നവൻ, ഖരീബും മിനല്ലാഹി വഖരീബും മിനന്നാസ് ഖരീബും മിനൽ ജന്നതി വബഈദും മിനന്നാർ. അന്ന സഖിയ ധർമ്മം കൊടുക്കുന്നവൻ, ഖരീബും മിനല്ലാഹ് അല്ലാഹുവിലേക്ക് ഏറെ അടുത്തവനാണ്, ഖരീബും മിനന്നാസ് ജനങ്ങളിലേക്കും ഏറെ അടുത്തവനാണ്, ഖരീബും മിനൽ ജന്ന സ്വർഗത്തോട് ഏറ്റവും അടുത്തവനാണ്, വബഈദും മിനന്നാർ നരകത്തിൽ നിന്ന് ഏറെ അകലെയുമാണ്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും അല്ലാഹുമ്മ ജഅൽനാ മിൻഹും അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. ഉറക്കെ പറ, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. ഒന്നുകൂടി അർത്ഥം പറയാം, ഒന്നുകൂടി. എന്തിന് 10 ഉറുപ്പ്യ കിട്ടിയാൽ 2 ഉറുപ്പ്യ കൊടുക്കണം? ആരും കൊടുക്കണം. മോലിയനും കൊടുക്കണം, മുക്രിയും കൊടുക്കണം. മോലിയർ കൊടുക്കണം, മുക്രി കൊടുക്കണം, എല്ലാവരും കൊടുക്കണം. അതിൽ മോലിയരില്ല. മോലിയർ കിട്ടിയതൊക്കെ പോക്കറ്റിലിടാനുള്ള, ഒരു പോക്കറ്റിന് അപ്പുറത്ത് വേറെ പോക്കറ്റ് വേണം, മറ്റൊക്കെ കൊടുക്കാനുള്ളതാണ്. എന്തുകൊണ്ട്? അതൊക്കെ ആരും കൊടുക്കണം. അതിൽ മോലിയരില്ല, അതിൽ തങ്ങളില്ല, അതിൽ ഭിക്ഷക്കാരനില്ല, ആരുമില്ല. എന്തുകൊണ്ട്? കിട്ടിയ കൊടുക്കണം. എങ്കിൽ അതെൻ്റെ ഉണ്ടാക്കിച്ചു, അതെങ്ങോട്ടാ? അപ്പുറത്തേക്ക് എടുത്ത് വെച്ചു. പറയും വേണ്ടേ? പറയും. ചില ആളുകൾ കൂടുതൽ എടുത്തു വെക്കും, ചില ആളുകൾ കിട്ടിയ മുഴുവൻ എടുത്തു വെക്കും. അങ്ങനത്തെ ആളുകളുണ്ട്. 2 ഉറുപ്പ്യെങ്കിലും 10 ഉറുപ്പ്യ കിട്ടിയിട്ട് 2 ഉറുപ്പ്യെങ്കിലും എടുത്തു വെച്ചിട്ടില്ലേ? വിട്ടിയാണ്.
വൈകുന്നേരം വരെ പണിയെടുത്താൽ 1 കിലോ അരിക്ക് കിട്ടുന്നൊരു കാലം നമ്മുടെ തറവാടുകൾ പണ്ട് കഴിഞ്ഞു പോയിട്ടുണ്ട്. 1 കിലോ 1.5 കിലോ അരി. രാത്രി എല്ലാവർക്കും ഭക്ഷണം ചോറുണ്ടാവില്ല. കാരണം 1 കിലോ അരിയേ കിട്ടിയിട്ടുള്ളൂ, ഒരടങ്ങ അരി, അങ്ങനെയൊക്കെ ആവുക. അപ്പം എന്ത് ചെയ്യും? പിന്നെ വെള്ളം കൂട്ടും. പക്ഷേ അത് അടുപ്പ് ഇടുന്നതിന് മുമ്പ്, അത് കഴുകാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് ആ പുരയിലെ ഉമ്മ അതിനൊരു പിടി വരും. അങ്ങനത്തെ 4-5 പിടി ആ അരിയുള്ളൂ. എന്നിട്ട് ഇതിനൊരു പിടി വരും, ഒരു തൂക്കിലേക്ക് ഇട്ട് വെക്കും. അത് യത്തീംഖാനയിലേക്കാണ്, അത് ദർസിലേക്കാണ്. ഇങ്ങനത്തെ പിടികരികളാണ് നമ്മളെ പള്ളി മദ്രസയും പോറ്റിയത്. ഓർമ്മല്ലേ? അത് കണ്ടവർക്ക് കൈപൊക്കാം. എത്ര കൈ പൊങ്ങി. അൽഹംദുലില്ലാ. ആ ഉമ്മാർക്കൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. ആ ഉമ്മാക്ക് ആ ഉമ്മാർക്ക്, എൻ്റെ ഉമ്മ അടക്കം, നിങ്ങളമ്മമാരടക്കം, എൻ്റെ വല്യമ്മ അടക്കം, എൻ്റെ വല്യമ്മക്ക് ഒക്കെ ആലോചിക്കണം. എല്ലാവരുടെ വീട്ടിലും അക്കാലത്ത് അങ്ങനത്തെ തൂക്കുകളുണ്ടായിരുന്നു. മുതലാളിൻ്റെ വീട്ടിലുണ്ട്, തൊഴിലാളിൻ്റെ വീട്ടിലുണ്ട്. ചിന്തിക്കില്ലേ? എന്തേ? ആകെ 1 കിലോ അരിയാണ് കൊണ്ടുവന്ന്, 1.5 കിലോ അരി. 10-20 ആളുണ്ടാവും, പഴയ തറവാടല്ലേ. എന്നാലും അത് കഴുകാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് വലിയ അതിങ്ങനെ ചേരി ക്ലിയറാക്കിയതിന് ശേഷം ഒരു പിടി വാരിയിട്ട് ഈ തൂക്കിലേക്ക് ഇടും. അങ്ങനത്തെ ഇനി 4-5 പിടിയേ ആ അരിയുള്ളൂ. 10-20 ആൾക്ക് കൊടുക്കണം. എന്നിട്ടതിലേക്ക് വെള്ളം കൂട്ടും അല്ലേ? എന്തുകൊണ്ട്? ഇതാണ് സഖാവത്ത്. നമ്മളെത്രയിലും അവിടെ എത്തൂല, അവരവിടുത്തെ നമ്മളെത്തൂല. എന്തുകൊണ്ട്? അക്കാലത്ത് ഇത്രയൊന്നും ഭൂമി തുറന്നിട്ടില്ല. ഇത് ഭൂമി തുറന്ന ഒരു കാലമാണ്. അത് ഖൈറിലേക്കോ ഷെറിലേക്കോ എന്ന് ഞാൻ ഒരു 6 മാസം കൊണ്ട് പറഞ്ഞുതരാം. ഭൂമി തുറന്നത് ഖൈറിലേക്കോ ഷെറിലേക്കോ ഒന്നും ഇപ്പോൾ പറയാനായിട്ടില്ല, ഞാൻ പറയാം. എന്താണ്? ഭൂമി തുറന്നിട്ടുണ്ട്. അവരുടെ കാലത്ത് ഭൂമി തുറന്നിട്ടില്ല. എന്നിട്ട് ഭൂമിയുടെ ധർമ്മം പാലിച്ച കാലമാണ്. ഇന്ന് ഭൂമി പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ച ഒരു കാലമാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒരു ധർമ്മം കൊടുക്കുന്നവൻ ഖരീബും മിനല്ലാഹ്, അല്ലാഹുവിന്റെ അടുത്തവനാണ്. തിരിച്ചു വരി. അന്നൽ മൗത ആത്തിൻ, മരണം വരുമെന്നവൻ ഉറപ്പുണ്ട്. ഫലാ യസ്തഅദ്ദു ലഹു, അതിനുവേണ്ടി തയ്യാറാവുന്നില്ല. ഇവൻ വഞ്ചിതനാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഉറക്കാമീൻ പറയും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഒരാൾക്കറിയും അവൻ്റെ യഥാർത്ഥ വീട് എന്ന് പറഞ്ഞാൽ അത് ഖബറാണ്. അതിനെ പണിതുണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല. യഥാർത്ഥ വീട് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഖബറാണ്. വീട്